നായും ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ ഓക്കെ ഒരു കളർ പാറ്റേൺ ഉണ്ടാവണം, അല്ലെങ്കിൽ ചില സമയം അത് നമ്മൾ ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ത് കാണിക്കണം, ഏത് രീതിയിൽ ഒരു നായിനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്ന മലേഷ്യൻ നായാൽ കൂടെ അതിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കിട്ടുമോ, എങ്ങനെയാണ്, അതെല്ലാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു. ഒരു ഘട്ടത്തിലായിരുന്നു ജിതേഷ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി മീൻസ് ഈ ബ്രീഡ് നല്ലതാണ് എന്നുള്ളൊരു പറയുന്നത്. അപ്പോൾ ഓക്കെ, നല്ല ആ കളറുള്ള ബ്രീഡ് നമുക്ക് മതി, ഈ ഒരു പാറ്റേണുള്ള നായി മതി. പക്ഷേ അതിനുശേഷമുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ നായി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലെ നായ്ക്കൾ അത്രയും പെട്ടെന്ന് മെരുകില്ല, ലൈക്ക് പെട്ടെന്ന് നമ്മളുമായിട്ട് അറ്റാച്ച് ആവില്ല. അപ്പോൾ അതൊരു വലിയ കൺസേൺ. പക്ഷേ നമുക്കുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഷൂട്ട് തുടങ്ങും. അപ്പോഴത്തേക്കും ട്രെയിൻ ചെയ്യണം. അപ്പോൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇതിന് 1 വയസ്സുള്ള അണ്ടറിലെ നായ്ക്കൾക്ക് ട്രെയിനിങ് പെട്ടെന്ന് സാധ്യമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ വേറൊരു ചാലഞ്ച്. പക്ഷേ ഓക്കെ, ജിതേഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ നായിൻ്റെ വലുപ്പം എത്രത്തോളം. ഇപ്പോൾ ഒരു 2 വയസ്സുള്ള നായും 3 വയസ്സുള്ള നായും ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ 1 വയസ്സുള്ള നായി കുട്ടി നായിനെ ഇങ്ങനെ നമുക്ക് ആ ഒരു കൺസേൺ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ജിതേഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1 വയസ്സിന് മേലെ പോയാൽ ഒരു 1.5 വയസ്സായാൽ തന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് ആവും, ഒരു അഡൾട്ട് സ്റ്റേജ് ആവും. അത് ടെൻഷൻ ഉണ്ടാവില്ല, അത് വിഷ്വലി നമുക്ക് അപ്പീൽ ആവും എന്നുള്ളൊരു ഇത് വന്നു.